ഐഡിയ എന്ന് വെച്ചാൽ നല്ല പടമായിരിക്കും, നല്ലൊരു കഥയാണ്. അർജുൻ PS കഴിഞ്ഞ വർഷം വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു കഥയാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അന്ന് അർജുൻ എന്നെ വെച്ച് പടം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടന്ന പോലെ കുറേ അലഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സന്മനസ്സുള്ള നമ്മുടെ പുനീത്തിനെ കണ്ടുമുട്ടി. അങ്ങനെ പുനീത്തിന് എന്നെ പോലെ തന്നെ ആ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പ്രൊജക്റ്റായി. ഒരു രസമുള്ളൊരു ഫാമിലി ത്രില്ലർ. അതെ അതെ, ത്രില്ലറാണ്, ഫാമിലി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ സൈചേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒന്നാണ്. കാരണം സൈചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ ഇങ്ങനെ ജനങ്ങൾ ആർത്തിരമ്പി തിയേറ്റേഴ്സിൽ വരുമെന്ന് എനിക്കറിയാം. കാരണം അത്രയും ഡിമാൻഡഡ് ആയിട്ട് സൈചേട്ടൻ ഇന്ന് മാറിക്കഴിഞ്ഞു. എനിക്കറിയില്ലായിരുന്നത്. ഞാൻ അതിനനുസരിച്ചുള്ള ശമ്പളം മാത്രമേ ഇവരൊക്കെ പറഞ്ഞുള്ളൂ. ഇത് നേരത്തെ മീരത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയേനെ. പക്ഷെ അങ്ങനത്തെ അവസ്ഥയൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു പടം മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. ഇനി പല പടങ്ങൾ ഹിറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കുമായിരിക്കും. ഇവിടെ അടുത്തതിൻ്റെ റിലീസാകാൻ പോകുന്ന ആരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചൊരു പടമാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലുക്കൊക്കെയാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പം സംവിധായകൻ രജീഷ് പറഞ്ഞു, ലുക്കിലെങ്കിലും കുറച്ച് വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരാം. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറ്റ മുടിയൊക്കെ വെട്ടി. അതിൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ വന്നിട്ടുണ്ട്, ജുനൈസ്. അതിൽ എൻ്റെ കൂടെ അഭിനയിച്ച 2 പേര് ഇവിടെ ഉണ്ട്. 2 അല്ല 3 പേര്. എൻ്റെ മകനായിട്ട് അഭിനയിച്ച അച്ചുണ്ട്, ഹരിത്തുണ്ട്, പിന്നെ നമ്മുടെ ഷാഹീനുണ്ട്. അപ്പം പടം നല്ല പടമായിരിക്കും കേട്ടോ. ഏത് ആരും നല്ലതായിരിക്കും, സാക്ഷികളും അടിപൊളിയായിരിക്കും. സാക്ഷികളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ടീമാണ്. പടം രസമായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം.